വെച്ച മീൻകറി വെച്ചാലോ? എങ്കിൽ നമുക്ക് തയ്യാറാക്കാം. നമുക്ക് കറിക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്ന് വെച്ചാൽ വെളുത്തുള്ളി 5-6 അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കൊച്ചുള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി അരിഞ്ഞത്, കുരുമുളക് പൊടി, വടക്കംപുളി കഴുകി വൃത്തിയാക്കി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണേ, കടുക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ, അത് പച്ച ഉലുവയാണ്, ഉലുവ കേട്ടോ, പിന്നെ കറിവേപ്പില. നമുക്ക് അടുപ്പിലേക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. നമ്മുടെ ചട്ടിയുടെ വെള്ളമയം എല്ലാം പോയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ചെറിയൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കൂടരുത് കേട്ടോ, കുറച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഉലുവ കൂടുതലായിട്ട് കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. ഉലുവയും കടുവെല്ലാം നല്ലതുപോലെ പൊട്ടി. അപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന് അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴണ്ട് വരട്ടെ. അധികം അങ്ങ് വെന്ത് പോണ്ട, എന്നാലും നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഞാൻ ഇതെല്ലാം ചെയ്തപ്പം തീയെല്ലാം ഒരു മീഡിയം തീയിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഫുൾ തീയിലിട്ട് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ തക്കാളിക്കൊക്കെ ഒന്ന് വഴണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണേ. ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ആ പച്ചച്ചവയൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കാവൂ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഇതെല്ലാം നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ലതുപോലെ തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. മീൻ നമുക്ക് എല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കണേ. നല്ല തിളച്ച ശേഷം മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ മീൻ ചെറുതായിട്ട് ഒന്ന് എല്ലാത്തിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് ഒന്ന് താഴ്ത്തി കൊടുക്കാം നമുക്ക് കേട്ടോ. ചെറിയ തീയിലൊരു 15 മിനിറ്റ് വെച്ചിരിക്കാം കേട്ടോ. ഇടയ്ക്ക് നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കണേ. തുറന്ന് നോക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തവി ഇടാൻ പാടില്ല കേട്ടോ. തവി ഇട്ട് കഴിഞ്ഞാൽ മീനെല്ലാം നല്ലപോലെ പൊടിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. കറിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കേ. എന്നിട്ട് വീണ്ടും നമുക്കിത് അടച്ചു വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി. നമുക്ക് അടുപ്പെല്ലാം ഓഫ് ചെയ്ത് ആ എണ്ണയൊക്കെ എല്ലാം തെളിഞ്ഞ് മീനൊക്കെ നല്ലതുപോലെ വെന്ത് അരപ്പെല്ലാത്തിനും പിടിച്ച് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഈ മീൻകറി കൂട്ടി ചീനി കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല സ്വാദിഷ്ടമായ കറിയാണ്. കൂട്ടുകാരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സ്റ്റാനി സിസ്റ്റേഴ്സ്.